Okay, so now we are discussing about complement fixation test. So if the patient's serum contain antibodies particular to that antigen we have added, so the complement fixation occurs with this antigen antibody complex. So now no complement is left for the sheep RBC to bind. അപ്പോൾ ഒരു കോംപ്ലിമെന്റും ബാക്കിയില്ല, എല്ലാം ഡിപ്ലീറ്റ് ആയിപ്പോയി. അപ്പോൾ അതുകൊണ്ട് ഷീപ്പ് RBC ആഡ് ചെയ്തപ്പോൾ അതിന് ഷീപ്പ് RBCയും അതുപോലെ തന്നെ അതിൻ്റെ ആൻറ്റിബോഡി ആഡ് ചെയ്തപ്പോൾ അവ തമ്മിൽ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്തെങ്കിലും കോംപ്ലിമെന്റ് ഫിക്സ് ചെയ്യാനില്ല, കാരണം എല്ലാ കോംപ്ലിമെന്റും യൂട്ടിലൈസ്ഡ് ആയിപ്പോയി. So that reaction indicates the patient's serum has antibodies. ഇനി if the patient's serum has no antibody, ഇനി another criteria നോക്കാം. പേഷ്യൻ്റ് സിറത്തിൽ ആൻറ്റിബോഡീസ് ഇല്ല. അപ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നോ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം, ബിക്കോസ് ആൻറ്റിബോഡി ഇല്ല. സോ നോ കോംപ്ലിമെന്റ് ഫിക്സേഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ആഡ് ചെയ്ത ഗിനി പിഗ് സിറത്തിലുള്ള കോംപ്ലിമെന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, അത് യൂട്ടിലൈസ്ഡ് ആയില്ല, അത് ഫിക്സ് ആയി പോയിട്ടില്ല. ഇറ്റ് റിമൈൻസ് ഇൻ ദ സിറം ഓഫ് ദ പേഷ്യൻറ്റ്. അതിൽക്കാണ് പിന്നെ നമ്മൾ ഷീപ്പ് RBCയും അതുപോലെ തന്നെ ആൻറ്റി ഷീപ്പ് RBCയും ആഡ് ചെയ്തത്. സോ വാട്ട് ഹാപ്പൻസ്? ഈ ഷീപ്പ് RBCയും ആൻറ്റി ഷീപ്പ് RBCയും എന്ത് ചെയ്യും? ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഈ സിറത്തിൽ ഫോം ചെയ്യും. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ കോംപ്ലിമെന്റിന്റെ പ്രോപ്പർട്ടി എന്താണ്? ആരെങ്കിലും ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഫോം ചെയ്ത് അപ്പോൾ അവിടെ വന്ന് ഫിക്സ് ചെയ്യും. അപ്പോൾ കോംപ്ലിമെന്റ് ഇതിലുള്ളത് കൊണ്ട് ഇറ്റ് ഫിക്സസ് വിത്ത് ദാറ്റ് sheep antigen antibody complex. So what happens? This may result in the breakage of sheep RBC, and it may lyse the sheep RBC and spilling the contents into the solution and turning the solution pink in color. So this may indicate negative reaction. What a picture നോക്കിയാൽ മനസ്സിലാവും. So this is the serum of the patient containing antibody. അപ്പോൾ ഈ ഒരു മീഡിയമാണ് നമ്മൾ ആദ്യം ഹീറ്റ് ചെയ്തിട്ട് ഇതിലുള്ള കോംപ്ലിമെന്റ്സിന് നമ്മൾ ഹീറ്റ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് നമ്മൾ എക്സ്ട്രാ കോംപ്ലിമെന്റ് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗിനിപിഗ് സിറത്തിലുള്ള കോംപ്ലിമെന്റ് ഇതിൽ ആഡ് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ വി ആർ ആഡിങ് ദ ആൻറ്റിജൻ ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഓൾറെഡി ഈ ആൻറ്റിജന് പറ്റിയ ആൻറ്റിബോഡി ഉണ്ടെങ്കിൽ ഇറ്റ് മേ ഫോംസ് an ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. സോ വാട്ട് ഹാപ്പൻസ്? ദ കോംപ്ലിമെന്റ് ഫിക്സേഷൻ occurs with this ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. എന്നിട്ട് ഇതിൽക്കാണ് നമ്മൾ വി ആർ ആഡിങ് ഷീപ്പ് RBC ആൻഡ് ദ ആൻറ്റിബോഡി ടു ദാറ്റ് ഷീപ്പ് RBC. അപ്പോൾ എന്താ സംഭവിക്കുക? ഇവിടെ ഷീപ്പ് RBC ഉണ്ട്, ആൻറ്റിബോഡി ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഇവർ നടക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കോംപ്ലിമെന്റ് ഉണ്ടെങ്കിൽ ഇതായിട്ട് ഫിക്സ് ചെയ്യും. പക്ഷെ ഇവിടെ കോംപ്ലിമെന്റ് കംപ്ലീറ്റ് ഇതിലേക്ക് യൂട്ടിലൈസ് ആയി പോയതുകൊണ്ട് there is no hemolysis of this sheep RBC. അതായത് ഷീപ്പ് RBC ഒന്നും ലൈസിസ് നടക്കില്ല അവിടെ. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് പോസിറ്റീവ് റിയാക്ഷൻ. ഇനി നെഗറ്റീവ് റിയാക്ഷൻ നോക്കൂ. ഇഫ് ദ പേഷ്യന്റ് സീറം ഡസൻ ഹാവ് എനി ആൻറ്റിബോഡി ഒന്നുമില്ല. നമ്മൾ ഓൾറെഡി എക്സ്ട്രാ ആഡ് ചെയ്യുന്ന കോംപ്ലിമെന്റ് ഉണ്ട്, ഈ ആൻറ്റിജനും ആഡ് ചെയ്തു. അപ്പോൾ ആൻറ്റിജനും കോംപ്ലിമെന്റും ഉണ്ട്. ആൻറ്റിബോഡി ഇല്ലാത്തത് കൊണ്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഈസ് നോട്ട് ഫോംഡ്. സോ നോ കോംപ്ലിമെന്റ് ഫിക്സേഷൻ occurs. എന്നിട്ട് ഈ മീഡിയയിൽക്കാണ് നമ്മൾ ഷീപ്പ് RBCയും ആൻറ്റിബോഡി ടു ദ ഷീപ്പ് RBC ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഇത് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ഫോംസ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ഈ ഷീപ്പ് RBCയും അതിൻ്റെ ആൻറ്റിബോഡിയും കോംപ്ലക്സ് ഫോം ചെയ്യും. അപ്പോൾ ഈ കോംപ്ലിമെന്റ് ഒന്നും യൂട്ടിലൈസ് ചെയ്ത് പോവാത്തത് കൊണ്ട് ഇറ്റ് മേ ഡയറക്ട്ലി ബൈൻഡ് വിത്ത് ദിസ് ഷീപ്പ് RBC ആൻറ്റിബോഡി കോംപ്ലക്സ്. സോ ദിസ് മേ കോസ് lysis or hemolysis of RBC. So this may indicate negative test. So that's all about complement fixation test. Next, last important test is immunofluorescence. Actually, this immunofluorescence, it is an assay which is used primarily on biological samples and is classically defined as the procedure to detect antigens in cellular context using antibodies. ഇവിടെ മെയിൻ ആയിട്ട് ആന്റിജൻ ഡിറ്റക്ഷൻ ആണ് ഇത് യൂസ് ചെയ്യുന്നത്. യൂസിങ് antibodies. The specificity of antibodies to their antigen. അതാണ് ഇതിന്റെ ബേസ് ഫോർ ദ ഇമ്മ്യൂണോഫ്ലൂറസൻസ്. ഈ ഒരു ടെസ്റ്റിന്റെ ബേസ് എന്താണ്?
specificity of antibodies to that particular antigen. ഇവിടെ ആന്റിജന്റെ പ്രസൻസ് ആണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നത് യൂസിങ് particular antibodies. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ സാമ്പിൾസ് ഇൻക്ലൂഡ് ടിഷ്യൂസ് ആൻഡ് സെൽസ്. And this immunofluorescence procedure allow the researchers to evaluate whether or not cell in a particular sample express the antigen in question. ഈ ടെക്നിക്ക് വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും റിസർച്ചേഴ്സിന് ഈ ആന്റിജൻ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടോ ഇല്ലെന്ന്. കാരണം ഈ ടെസ്റ്റ് മെയിൻലി ഇറ്റ് ഈസ് ദ പ്രൊസീജിയർ ടു ഡിറ്റക്ട് ആന്റിജൻസ്. In case where an immunopositive signal is found, immunofluorescence also allows the researchers to determine which cellular compartment are expressing the antigen. അപ്പോൾ ഈ immunofluorescence procedure വഴി this may help the researchers ഏത് സെല്ലുലാർ കമ്പാർട്ട്മെന്റിലാണ് ആന്റിജൻ എക്സ്പ്രസ് ചെയ്യുന്നത് വരെ പറയാൻ സാധിക്കും. And this can be used on cultured cell lines, tissue sections or individual cells. Now, immunofluorescence can also be used to analyze the distribution of proteins, glycans, and small biological and non-biological molecules. And it has been widely used in biological research and medical research field and becomes one most important and effective method. അപ്പോൾ ഈ immunofluorescence എന്ന രണ്ട് വിധത്തിലുണ്ട്. Indirect immunofluorescence and direct immunofluorescence. Indirect immunofluorescence the protocol mainly include ഒന്നുകിൽ tissue അല്ലെങ്കിൽ tissue fixation or cell fixation, serum blocking, primary antibody incubation, marked secondary antibody incubation, staining, the result judgment. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇത്തരം കാര്യത്തിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൊസീജിയറിൽ പോകുന്നില്ല. നമ്മൾ എന്തായാലും നിങ്ങൾ നെക്സ്റ്റ് ഇയർ എന്തായാലും ഇതൊക്കെ പഠിക്കും. ഇങ്ങനെ ടെക്സ്റ്റുകൾ ഉണ്ടെന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. For indirect immunofluorescence, there are only marked primary antibody being incubated without any secondary antibody and other steps. അപ്പോൾ ഡയറക്റ്റും ഇൻഡയറക്റ്റും നമ്മൾ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഡയറക്റ്റ്ലി only primary antibody have been incubated. ഫസ്റ്റ് ഫോം ചെയ്യുന്ന ആന്റിബോഡി മാത്രമേ ഇതിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ഇൻഡയറക്റ്റ്ലി ആകുമ്പോൾ പ്രൈമറിയും അതുപോലെ തന്നെ സെക്കൻഡറി ആന്റിബോഡീസും ഇൻക്യുബേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം ആണ്. ഇത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റെയിനിങ്ങും റിസൾട്ടും ഇമേജിങ്ങും എക്സെട്ര. ഇതിന്റെ ജസ്റ്റ് ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഡയറക്റ്റ് ഇമ്യൂണോഫ്ലൂറസൻസ് ആന്റിജൻ if there is any antigen present, particular antibody form complex, and to this antigen antibody complex what bonds? Fluorescent compound called fluorophore bound to this antigen antibody complex. Indirect immunofluorescence antigen ഉണ്ടെങ്കിൽ particular primary antibody may forms complex with this antigen. പിന്നീട് ഈ പ്രൈമറി ആന്റിബോഡിയിൽക്കാണ് ആര് ബൗണ്ട് ചെയ്യുന്നത്? സെക്കൻഡറി ആന്റിബോഡി. അപ്പോൾ ഈ ടെസ്റ്റിൽ ഇൻഡയറക്റ്റ് ആണ് വീണ്ടും സെക്കൻഡറി ആന്റിബോഡി ആഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറി ആന്റിബോഡി ഫിക്സ് ചെയ്താൽ ആന്റിജനായിട്ട് ഫിക്സ് ചെയ്താൽ മാത്രമേ സെക്കൻഡറി ആന്റിബോഡി ഈ പ്രൈമറി ആന്റിബോഡിനായിട്ട് ബൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഫ്ലൂറസൻ കോമ്പൗണ്ട് ആഡ് ചെയ്തതും ബൈൻഡ് ചെയ്യപ്പോഴാണ് ഈ സെക്കൻഡറി ആന്റിബോഡി ഫിക്സഡ് വിത്ത് പ്രൈമറി ആന്റിബോഡിക്ക് മാത്രമേ ഈ ഫ്ലൂറസൻ കോമ്പൗണ്ട് ബൈൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഒന്നിനും പുറകെ ഒന്നായിട്ട് ആന്റിജൻ ഉണ്ടെങ്കിൽ ആന്റിബോഡി ബൈൻഡ് ചെയ്യും. ആന്റിജൻ ആന്റിബോഡി ബൈൻഡ് ചെയ്താൽ സെക്കൻഡറി ആന്റിബോഡി വന്ന് പ്രൈമറി ആന്റിബോഡിയിൽ ബൈൻഡ് ചെയ്യും. സെക്കൻഡറി ആന്റിബോഡി പ്രൈമറി ആന്റിബോഡിയിൽ ബൈൻഡ് ചെയ്താലാണ് ഫ്ലൂറസൻ കോമ്പൗണ്ട് വന്ന് സെക്കൻഡറി ആന്റിബോഡിയിൽ ബൈൻഡ് ചെയ്യും. ഒക്കെ ഒന്നിനൊന്നിനോട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ സമ്മറി പറയുന്നത്. ഇതിന്റെ സ്റ്റെപ്സ് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ നെക്സ്റ്റ് ഇയർ എന്തായാലും പഠിക്കും. So these are the two methods coming under immunofluorescence, which are mainly used by researchers, mainly used for the detection of antigen, direct and indirect. So that's all about today's class. Thank you all.